ഹായ്, ഇന്ന് നമ്മുടെ യാത്ര മധുരയിൽ നിന്ന് രാമേശ്വരം ധനുഷ്കോടിയിലേക്കാണ്. ഇവിടെ നിന്ന് 171 കിലോമീറ്റർ 3.5 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ഹൈവേ കൂടിയാട്ടോ പോകുന്നത്. പോകുന്ന വഴി നല്ല റെസ്റ്റോറൻറ്റ്സ് കുറവാണ്. ഇവിടെ നിന്ന് നല്ല ഫുഡ് കിട്ടുന്നു, അവിടെ നിന്ന് ഫുഡ് കഴിക്കട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആര്യമൻ അല്ലെങ്കിൽ ഗുഷി ബീച്ചാണ്. ഇവിടെ പാർക്കിംഗ് ചാർജ് ഉണ്ട്. 2 വീലറിന് 5 രൂപയും കാറിന് 30 രൂപയും ലോറിക്കും ബസ്സിനും 50 രൂപയാണ് വരുന്നത്. വലിയ തിരകളൊന്നുമില്ലാത്ത കുട്ടികൾക്ക് സേഫായിട്ടുള്ള ബീച്ചാണ് കേട്ടോ ഇത്. ഒരു പിക്നിക് മോഡിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ബീച്ചിൽ കുളിച്ച് വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. നിങ്ങൾ കുളിക്കുന്നില്ലെങ്കിൽ ഇവിടെ കയറണം എന്നില്ല. ഉച്ച സമയത്ത് നല്ല വെയിലാണ്. ഈവനിങ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. ഗുഷി ബീച്ചിലേക്ക് പോകുന്ന വഴി അവിടുത്തെ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പം കണ്ട ഫാക്ടറിയിൽ കയറിയതാണേ. ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിലും ഇതൊരു എക്സ്പോർട്ട് ബിസിനസ്സാണ്. ഈ കാണുന്ന പനമ്പട്ട മെഷീനിലിട്ട് പ്രോസസ്സ് ചെയ്ത് ഫൈൻ നാരുകളാക്കി യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. ബ്രഷിൻ്റെ ബ്രിസിൽസ് ഉണ്ടാക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പാലക്കാടും ഇതുപോലൊരു യൂണിറ്റ് ഉണ്ട് കേട്ടോ. ഇവിടത്തെയും പാലക്കാട്ടത്തെയും ഒന്നിച്ച് ചേർത്ത് തൂത്തുക്കുടി പോർട്ടിൽ നിന്ന് വിദേശത്തേക്ക് അയക്കും. എനിക്കിതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. നമ്മളറിയാത്ത എന്തോരം ബിസിനസ്സുകളല്ലേ ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. ഇത് ഞാൻ വഴിയിൽ കണ്ട കള്ളിമുൾച്ചെടിയാണ്. അത് പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കള്ളിമുൾച്ചെടിയുടെ പൂവ് കാണുന്നത്. അടുത്തത് ഞങ്ങൾ പോയത് പാമ്പൻ ബ്രിഡ്ജിലേക്കാണ്. രാമേശ്വരം സ്ഥിതി ചെയ്യുന്ന പാമ്പൻ ദ്വീപിനെ വൻകരയുമായി ബന്ധിപ്പിക്കുന്നത് ഈ പാലമാണ്. രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അത് പാലത്തിന് മുകളിൽ വണ്ടി നിർത്തി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്താൽ ട്രെയിൻ പോകുന്ന കാഴ്ച എന്തായാലും കാണാൻ സാധിക്കും. അത് മിസ് ചെയ്യരുത് കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് അത് കാണാൻ. രാമേശ്വരം ക്ഷേത്രം അഥവാ രാമനാഥസ്വാമി ക്ഷേത്രം ഹിന്ദു ഭക്തർക്ക് പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പവിത്രമായ 12 ശിവജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടുത്തേത്. ശിവഭഗവാന്റെ അനുഗ്രഹത്തിനും പിതൃതർപ്പണം ചെയ്യാനും ഭക്തർ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇവിടെ 22 തീർത്ഥങ്ങളുണ്ട്. അതിലെ സ്നാനം ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസത്തിന് പ്രസിദ്ധമാണ്. ഇവിടുത്തെ റോഡുകൾ നല്ല കൺജസ്റ്റഡ് ആണ്. ടെമ്പിൾ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് നടന്നു വരുന്നതോ കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഞങ്ങളുടെ 5ാമത്തെ ഡെസ്റ്റിനേഷനായ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ നമ്മുടെ 11ാമത് പ്രസിഡൻ്റായ കലാം സാറിൻ്റെ ശവകുടീരമാണ്. ഇവിടെ എൻട്രി ഫ്രീ ആണ്, പക്ഷേ അകത്തേക്ക് ഫോൺ കടത്തിവിടില്ല. സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ഇവിടെ ഫോൺ സൂക്ഷിക്കാനുള്ള ഫെസിലിറ്റിയും മെമ്മോറിയലിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. മെമ്മോറിയലിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയിൽ 5 രൂപ കൊടുത്താൽ അവർ ഫോൺ സൂക്ഷിക്കും കേട്ടോ. രാമേശ്വരത്തെ ഭയങ്കര ഹ്യൂമിഡിറ്റിയും വെയിലും കേട്ടോ. സോ കിട്ടുന്ന വെള്ളമെല്ലാം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ധനുഷ്കോടിയിൽ ഞങ്ങൾ ആദ്യം പോയത് ഈ പഴയ കടൽപ്പാലത്തിലേക്കാണ്. ഈ ഗൾഫ് ഓഫ് മാന്നാർ സൈൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. എത്രത്തോളം സേഫ് ആണെന്നറിയില്ല. തിര അടിക്കുന്നതനുസരിച്ച് പാലം കുലുങ്ങുന്നുണ്ട്. നല്ല പഴക്കമുള്ള പാലമാണ്. പാലത്തിൻ്റെ അറ്റത്തേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് തിര നല്ല ഹൈറ്റിൽ വരും. അപ്പോൾ വീഴാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ധനുഷ്കോടിയിൽ അറ്റത്തേക്ക് പോകുന്തോറും നല്ല ട്രാഫിക് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് കാറ് കൺവീനിയൻ്റ് ആയിട്ട് പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്നതായിരിക്കും നല്ലത്. വെയിൽ കുറച്ച് കൊണ്ടാലും കുഴപ്പമില്ല, സമയലാഭം ഉണ്ടാവും. മാത്രമല്ല കാറിൽ സ്ക്രാച്ച് വരാനുള്ള ചാൻസും കുറയും. ഇതാണ് അഞ്ചൽ മുനവ അഥവാ ലാസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. ധനുഷ്കോടിയുടെ അഗ്രഭാഗം കേട്ടോ ഇത്. ഇവിടെ ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷ്യനും സംഗമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ചേട്ടന് 20 രൂപ കൊടുത്താൽ ഈ ടെലിസ്കോപ്പിലൂടെ രാമസേതുവും 18 കിലോമീറ്റർ അപ്പുറത്ത് ശ്രീലങ്കൻ ബോർഡറും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊരു സീ ഫുഡ് ലവർ ആണെങ്കിൽ മസ്റ്റായിട്ട് ഈ കടകളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ പറയുന്ന മീൻ അപ്പോൾ തന്നെ വെട്ടി ക്ലീൻ ചെയ്ത് മസാലയൊക്കെ ചേർത്ത് വറുത്ത് തരും. ഇവിടെ മീൽസും അവൈലബിൾ ആണ് കേട്ടോ. 120 രൂപയാണ് ഒരു മീൽസിൻ്റെ വില. ഒരു മീൻകറി, ഒരു മീൻ വറുത്തത്, ക്യാബേജ് മെഴുക്കുരട്ടി, ഇതൊക്കെയാണ് മീൽസിലുള്ളത്. ഞങ്ങൾ 3 മീൽസ്, ഒരു കണവ ഫ്രൈ, 2 ഫിഷ് ഫ്രൈ അഡീഷണൽ ഓർഡർ ചെയ്തു. എല്ലാം കൂടെ ചേർത്ത് 810 രൂപയാണ് ആയത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വൃത്തി ഉണ്ടായിരുന്നു. നിങ്ങൾ സീ ഫുഡ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ധനുഷ്കോടി ലൈറ്റ് ഹൗസ്. നിങ്ങൾ ധനുഷ്കോടി വന്നാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ ഇത് ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് ധനുഷ്കോടിയുടെ 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റും. 10 രൂപയാണ് എൻട്രൻസ് ഫീ. വീഡിയോ എടുക്കാൻ സെപ്പറേറ്റ് 25 കൊടുക്കണം. 11 നിലയായിട്ടാണ് ലൈറ്റ് ഹൗസ് ഉള്ളത്. ലിഫ്റ്റിലൂടെ മാത്രമേ മുകളിലേക്ക് കയറ്റി വിടൂ. മസ്റ്റ് വിസിറ്റാണ്. അത്ര മനോഹരം കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ.
ഓൾഡ് ചർച്ച് ഓഫ് ധനുഷ്കോടി 1964 ഡിസംബറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ തകർന്ന ധനുഷ്കോടിയിലെ പള്ളിയാണിത്. ആ ദുരന്തത്തിൻ്റെ ശേഷിപ്പായിട്ട് ഇന്ന് നമുക്കിത് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ദേവാലയമായിരുന്നു ഈ പള്ളി. പവിഴപ്പുറ്റും പാറക്കല്ലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കടലെടുക്കാതെ ബാക്കി വെച്ച പള്ളിയുടെ അൾത്താര മാത്രമേ ഇപ്പം നശിക്കാതെ ബാക്കിയുള്ളൂ കേട്ടോ. ഭിത്തികൾ ദ്രവിച്ച് വീഴാറായതുകൊണ്ട് അടുത്തേക്ക് ഇപ്പം ചെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഹൗസ് ഓഫ് കലാം, ഇതാണ് APJ അബ്ദുൽ കലാം സാറ് ജനിച്ചു വളർന്ന വീട്. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനും കുടുംബവും ആട്ടോ. ഫാമിലി ഗ്രൗണ്ട് ഫ്ലോറിലും മുകളിലത്തെ 2 നിലകൾ മ്യൂസിയവുമാണ്. എൻട്രി ഫ്രീ ആണ് ഇവിടെ, പക്ഷേ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ല. ഹൗസ് ഓഫ് കലാമിലേക്ക് പോകുന്ന വഴി തിരക്കുള്ള ദിവസങ്ങളിൽ കൺജസ്റ്റഡ് ആവും. സോ പാർക്കിംഗ് മെയിൻ റോഡിൽ ചെയ്ത് ഇവിടേക്ക് നടന്നു വരുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് കലാം സാറിൻ്റെ നെയ്ബറായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടോ. കലാം സാറുമായിട്ടുള്ള കുട്ടിക്കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. തിരിച്ചു പോരുന്ന വഴി പാമ്പമ്പാലത്തിൽ നിർത്തി സൺസെറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ട്രെയിൻ പോകുന്ന മനോഹരമായ കാഴ്ച കണ്ടിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൺസെറ്റാണ് പാമ്പമ്പാലത്തിലെ ഏറ്റവും മനോഹരമെന്ന്. ഇതൊക്കെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ കവർ ചെയ്ത രാമേശ്വരം ധനുഷ്കോടി കാഴ്ചകൾ. ഒരു 10-10:30 ആയപ്പോഴേക്കും ഞങ്ങൾ മധുരൈ തിരിച്ചെത്തിട്ടോ.